ഹലോ മക്കൾസ്, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് ജോഗ്രഫിയിലെ 5ാമത്തെ ചാപ്റ്റർ മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ട്. ഈ മുഴുവൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ നോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ഈ വീഡിയോക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പാണ്, അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട്സ് കിട്ടും. ഓക്കെ, എല്ലാം ഡൺ. അങ്ങനെയാണെങ്കിൽ ചാപ്റ്ററിന്റെ പേര് അറിയാമല്ലോ, ഇന്ത്യൻ എക്കോണമി ത്രൂ വേരിയസ് സെക്ടർ, അതായത് വ്യത്യസ്ത സമ്പദ് മേഖലകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ആദ്യം തന്നെ മക്കൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് ഇമ്പോർട്ടന്റ് പറയാം. 3 എക്കണോമിക് സെക്ടർ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? 3 എക്കണോമിക് സെക്ടറിൽ 3 സമ്പദ് മേഖല ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. 3 ഓർമ്മ ഉണ്ടല്ലോ. അതിന് എന്ത് പേരിലിട്ട് വിളിച്ചത്? ഒന്ന് അഗ്രികൾച്ചർ, കാർഷിക മേഖല, രണ്ടാമത്തെ വ്യവസായം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖല, മൂന്നാമത്തെ സർവീസ്, സേവന മേഖല. അത് 3ഉം പഠിച്ചു കഴിഞ്ഞല്ലോ. അത് വളരെ ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലിടാത്തത്. കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നാഷണൽ ഇൻകം. വാട്ട് ഈസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ വാട്ട് മീൻ ബൈ നാഷണൽ ഇൻകം? എന്താണ് നമ്മൾ പറയുന്ന ദേശീയ വരുമാനം? ആ ദേശീയ വരുമാനം എന്താണെന്ന് കണക്കാക്കണം. അതായത് 3 വ്യത്യസ്ത എക്കണോമിക് സെക്ടർ ഇല്ലേ, അല്ലെങ്കിൽ വിവിധ ഇനം സമ്പദ് മേഖലകളില്ലേ, ആ 3 സമ്പദ് മേഖലകളിൽ നിന്ന് കിട്ടുന്ന ആകെ പണം മൂല്യത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ദി ഇൻകം ജനറേറ്റഡ് ഫ്രം ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ എ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിലാണ്. സാമ്പത്തിക വർഷം ഏതാണ് സാറേ? അതൊന്ന് പറഞ്ഞുതരാം ഞങ്ങൾക്ക്. അതാണ് മക്കളെ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ആവശ്യകത എന്ത്, പ്രാധാന്യം എന്ത്? എടാ, ഞാനൊരു 3 പോയിന്റുകൾ പറയാം. ഒന്ന്, രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച തിരിച്ചറിയാൻ. പിന്നെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ എക്കണോമിക് സെക്ടറിൽ നിന്നാണ് ഗവൺമെന്റിന് എമൗണ്ട് കിട്ടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ പ്ലാനുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ. പിന്നെയും ഉണ്ടാകും 3 ഞാൻ പറയാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കാം. ഇനി ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കണക്കാക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? അതാണ് മക്കളെ ഉൽപ്പന്ന രീതി, പ്രൊഡക്റ്റ് മെത്തേഡ്, വരുമാന രീതി, ഇൻകം മെത്തേഡ്, ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉൽപ്പന്ന രീതി എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ 3 എക്കണോമിക് സെക്ടർ ഇല്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വ്യത്യസ്ത, ഇപ്പോൾ എല്ലാം കൂടി കിട്ടുന്ന പൈസ, അതായത് X1, X2, X3, അതായത് ഏതൊക്കെ മേഖലയുണ്ടോ. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 3 ജോലിക്കാരുണ്ട്. ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ ടീച്ചറാണ്. ഈ 3 ആൾക്കാരുടെ കൂടി പൈസ കൂട്ടുന്ന രീതിയാണ് ഇത് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി വരുമാന രീതി എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മളെ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഇല്ലേ, പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഓണം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഉൽപ്പാദക ഘടകങ്ങൾ ഏതൊക്കെ? ലാൻഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ക്യാപിറ്റൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ല. പിന്നെ ഓർഗനൈസേഷൻ, ആ സംഭവങ്ങൾ. അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എന്തായിരുന്നു? അതിൻ്റെ എന്താണ്? അതാണ് നമ്മൾ റെന്റ്, ഇൻട്രസ്റ്റ്, വേജസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ കൂടി കൂട്ടുന്ന രീതിയാണ് ഇതെന്ന് പറഞ്ഞാൽ വരുമാന രീതി. ഇനി ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താണ്? എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ മക്കളെ കുറേ ചെലവുണ്ടായിരിക്കില്ലേ, അത് കുറച്ചിട്ട് അത് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ ആണല്ലോ, അത് കിട്ടി. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റേഷൻസ് ഇൻ മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഒന്ന്, മക്കളെ ഡബിൾ കൗണ്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഹൗസ് വർക്ക്, അതായത് വീട്ടിലത്തെ ജോലി ഇല്ലേ, അതെന്ത് ചെയ്യാറില്ല, ഇത് കണക്കി കൂട്ടാറില്ല. മാത്രമല്ല സ്വന്തം ആവശ്യങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടി ഉപയോഗിച്ച കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താറില്ല. ഇതൊക്കെ എന്താണ്? ലിമിറ്റേഷൻസിൽ പെടുത്താം. ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കണം, വായിച്ചു നോക്കണം മക്കളെ. ഇനി അടുത്ത് അൺഓർഗനൈസ്ഡ് സെക്ടർ. അതിൻ്റെ ഇടയിൽ തന്നെ GDP എന്താണെന്ന് പഠിച്ചു ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം. GDP അത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, മൊത്ത ദേശീയ ഉൽപ്പന്നം, പ്രതിശീർഷ വരുമാനം, അറ്റ ദേശീയ ഉൽപ്പന്നം, നാഷണൽ നെറ്റ് പ്രൊഡക്റ്റ്. ഈ സംഭവങ്ങൾ എന്ത് ചെയ്യണം? 4 കാര്യങ്ങളുണ്ട്. അത് വേറെ തന്നെ വായിച്ചു നോക്കണം. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രമാണ് ഇതിലിടുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു സംഭവമാണ് 2 രീതിയിലുള്ള തൊഴിൽ മേഖലകളുണ്ട്. 2 രീതിയിലുള്ള തൊഴിൽ മേഖലകളുടെ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഓർഗനൈസ്ഡ് സെക്ടർ, സംഘടിത മേഖല. 2, അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖല. ഇതിൽ ചോദിക്കല് അസംഘടിത മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ നേരിടുന്നത്. എന്തൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ? മക്കൾ, അവർക്ക് കറക്റ്റ് വേജസ്,
വേതനം കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സേഫ്റ്റി ഉണ്ടോ? ഇല്ല. അവർക്ക് വർക്കിംഗ് ഹവറൊക്കെ കൂടുതലാണ്. അപ്പോൾ ഈ സംഭവങ്ങളാണ് എന്തെന്ന് പറഞ്ഞാൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് 2018 അതുപോലെ തന്നെ 2020 സെക്യൂരിറ്റി കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസവിച്ച ആളുകൾക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വാർദ്ധക്യത്തിലേക്ക്, അതായത് ഏജ് ആയ ആളുകൾക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന അങ്ങനത്തെ കുറേ ടീമുകളില്ലേ, പിന്നെ ഡെലിവറി ബോയ്സുകളില്ലേ, നമ്മളിപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ, സൊമാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഒരു പാർപ്പിടം, പിന്നെ വീടെടുത്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മക്കൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ സാറേ ഇതിങ്ങനെ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനി മെയിൻ എക്സാമിന് ഞങ്ങൾ എന്താ ചെയ്യുക, ഇതിപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരോടാണ് നമ്മൾ പറയുന്നത് ബൂസ്റ്റർ ബാച്ച്. നമ്മൾ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുൾ മാർക്കുകളിലേക്ക് എത്തിച്ച ഒരു ബാച്ചാണ് ബൂസ്റ്റർ ബാച്ച്. ആ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അതും കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഇതിൻ്റെ നോട്ട്സ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായിരിക്കണം, ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കണം. ഈ ക്രിസ്മസ് എക്സാം നമ്മൾ എന്തായിരിക്കും, തൂക്കി എറിയും നമ്മൾ. താങ്ക് യു.